Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. The population of a town in the census is as given in the data. Estimate the population in the year 1996 using backward interpolation formula. For the year 1961, 1971, 1981, 1981, 2001. Then population corresponding years 46, 966, 81, 93, 101. The ജൂലൈ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ്? ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. അപ്പൊ എൻഡിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ന്യൂട്ടൺസ് ബാക്ക്വേർഡും ബിഗിനിങ്ങിലാണെങ്കിൽ ന്യൂട്ടൺസ് ഫോർവേഡുമാണ് ഉപയോഗിക്കുക. ഇവിടെ 1996 എന്നുള്ള എന്താണ് ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയിൽ യു കാണാനുള്ള ഫോർമുല എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1996 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ വരും 2001. എച്ച് എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എത്രയാണ്? 10 ആണ് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് 10. അപ്പൊ 1996 മൈനസ് 2001 ബൈ 10 എന്ന് പറയുമ്പോൾ അവിടെ 5/10 വരും, -0.5. അപ്പൊ യു എന്നുള്ളത് -0.5. ഇനി നമ്മൾ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല എഴുതണം. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്താണ് പറയണേ? ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് yn plus u del yn, plus u into u plus 1 by 2 factorial del square yn plus u into u plus 1 u plus 2 divided by 3 factorial del cubed yn plus etc. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുലയിൽ u നമ്മൾ കണ്ടുപിടിച്ചു. യുവിന്റെ വാല്യൂ എത്ര കിട്ടി? -0.5 കിട്ടി. ഇനി നമുക്ക് ആരുടെ വാല്യൂ കിട്ടുന്നത്? del yn, del square yn, del cubed yn, ഇതിന്റെ വാല്യൂ അറിയണം. ആ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ ഇനി ആ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ടേബിൾ ഫോം ചെയ്യും. അടുത്തായിട്ട് നമ്മൾ ഒരു ടേബിൾ ഫോം ചെയ്യാൻ പോവാണ്. അപ്പൊ ടേബിൾ ഫോം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം ആവശ്യമുണ്ട്. നമ്മൾ ടേബിൾ ഫോം ചെയ്യാം. ടേബിൾ ഫോം ചെയ്യാൻ പോവാണ്. ടേബിളില് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്ത് എഴുതണ്ടേ? എക്സിന്റെ വാല്യൂസ് എഴുതാം. ഫസ്റ്റ് വാല്യൂസ് എക്സിന്റെ വാല്യൂസ് എഴുതുന്നു. 1961, 1971, 1981, 1991, 2001. വൈയുടെ കോളത്തിൽ എന്ത് എഴുതണം? വൈയുടെ കോളത്തില് ഇവിടെ 46, 66, 81, then 93, then 101. 46, 66, 81, 93, 101. ഇനി അടുത്ത കോളത്തില് del y എങ്ങനെയാ? ഈ വാല്യൂ കുറയ്ക്കും. 46 46 കുറച്ച് 20 വരും. 80 നിന്ന് 66 കുറയ്ക്കുക 15 വരും. 93 81 കുറയ്ക്കുക അപ്പൊ 12 കിട്ടും. 100 നിന്ന് 93 കുറയ്ക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. ഇതാണ് del y. del square y കണ്ടുപിടിക്കും. del square y നമ്മൾ 15 നിന്ന് 20 കുറയ്ക്കുമ്പോൾ -5 വരും. 12 നിന്ന് 15 കുറയ്ക്കുമ്പോൾ -3 വരും. 8 നിന്ന് 12 കുറയ്ക്കുമ്പോൾ -4. ഇനി del cubed y കണ്ടുപിടിക്കാം. -ൽ നിന്ന് -5 കുറയ്ക്കുക 2 വരും. -4 നിന്ന് -3 കുറയ്ക്കുമ്പോൾ -1 വരും. ഇനി അടുത്തത് എന്താണ്? del raised 4 അത് കണ്ടുപിടിക്കാൻ -1 നിന്ന് -2 കുറയ്ക്കുമ്പോൾ -3. അപ്പൊ നമ്മൾ ടേബിൾ കണ്ടുപിടിച്ചു. അപ്പൊ യു നമുക്ക് എത്ര കിട്ടിയത്? യുവിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് -0.5. ഇനി നമ്മുടെ ഫോർമുല എഴുതാം. നമ്മുടെ ഫോർമുല ഏതാണ്? Pnx is equal to yn plus u del yn plus u into u plus 1 by 2. 2 factorial 2 ആണ്. del square yn plus u into u plus 1 u plus 2 by 3 factorial del cubed yn plus u into u plus 1 u plus 2 u plus 3 by 4 factorial del raised 4y plus x. ഇതാണ് ഫോർമുല. ആ ഫോർമുല ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? y of 96 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ y എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമ്മുടെ ടേബിളിലെ ഈ വാല്യൂ ആണ് y. അപ്പൊ y 101 പ്ലസ് u എന്ന് പറഞ്ഞാൽ എത്രയാ? -0.5 into del y എന്ന് പറഞ്ഞാൽ എത്രയാ? 8 ആണ് പ്ലസ് അടുത്ത് -0.5 into -0.5 plus 1 del square y എത്രയാണ്? del square y എന്ന് പറഞ്ഞാൽ -4 by 2 plus അടുത്ത -0.5
minus 0.5 plus 1 minus 0.5 plus 2 by 6 into del cubed y എത്രയാണ് minus then plus അടുത്ത minus 0.5 minus 0.5 plus 1 minus 0.5 plus 2 minus 0.5 plus 3 divided by ഇവിടെ 3 factorial 4 factorial 24 into അടുത്ത വാല്യൂ എത്രയാണ് minus 3. വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അത് കാൽക്കുലേറ്ററിൽ 1 by 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഈ ലോവർ ലെയറിലുള്ള ഈ വാല്യൂസ് ആണ് del yn del square ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് yn എടുത്തു, ഇത് del yn എടുത്തു, ഇത് del square y എടുത്തു, ഇത് del cubed y എടുത്തു, ഇത് del raised to 4 y. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ വാല്യൂ നമുക്ക് y of 196 എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ആയിട്ട് വാല്യൂ 101 വരും മൈനസ് രണ്ടാമത്തെ വാല്യൂ നമുക്ക് -4 വരും. മൂന്നാമത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 0.5 കിട്ടും. അടുത്ത വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.0625 വരും. 0625 വരും. അടുത്ത വാല്യൂ 1.171875. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 97.6796 ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് ഏതാണ്? ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല പറയുന്നത് എന്താണ്? Pnx is equal to yn plus u del yn plus u into u plus 1 by 2 factorial del square yn u into u plus 1 u plus 2 by 3 factorial del cubed yn plus etc. അത് u കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ് ഫോർമുല? u കണ്ടുപിടിക്കാനുള്ള ഫോർമുല x minus xn by h. x minus xn by h. x എന്ന് പറഞ്ഞാൽ എന്താണ്? 1996 മൈനസ് xn എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ x ന്റെ ലാസ്റ്റ് വാല്യൂ അതായത് 2001. അതിൽ നിന്ന് കുറച്ചിട്ട് 10 കൊണ്ട് കഴിയും. 10 എന്നുള്ളത് x ന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? u ന്റെ വാല്യൂ -0.5. ഇനി del yn del square yn del cubed yn കിട്ടാനായിട്ട് നമ്മൾ ഒരു ടേബിൾ ഫോം ചെയ്യുന്നു. ആ ടേബിളിൽ നിന്ന് നമുക്ക് അതിന്റെ ലോവർ ലെയർ എടുക്കാം. ലോവർ ലെയറിലെ വാല്യൂസ് ആണ് ഇതാണ് yn. ഇത് yn എടുക്കാം. The del yn, the del square yn, the del cubed yn, the del raised to 4. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതെല്ലാം നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 97.6796. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ ഞാൻ ചെയ്തിട്ടില്ല. കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ചോദിച്ചാൽ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല നിങ്ങൾ ആദ്യം എഴുതണം നിർബന്ധമായിട്ട്. ആ ഫോർമുല എഴുതുന്നതിന് മാർക്കുണ്ട്. നിങ്ങൾ ആ ടേബിൾ ഫോം ചെയ്യുന്നതിന് മാർക്കുണ്ട്. യു കണ്ടുപിടിച്ചാൽ അത് ശരിയാണെങ്കിൽ അതിന് മാർക്കുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അവസാനം നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് ഫൈനലായിട്ട് ആൻസർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്കും കിട്ടും. ഇത് ചോദിച്ച വർഷം ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച വർഷം ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് KTU ചോദിച്ചത്. ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചത്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.